ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് റോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്ക്. അതിനായിട്ട് 2 പുഴുങ്ങിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയതാണ്. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സവാള നമുക്ക് 1-2 എടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഇച്ചിരി ഒരു മീഡിയം സൈസിലുള്ള സവാള ഒരെണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ക്യാപ്സിക്കും ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അതിലോട്ട് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളകും വേണമെങ്കിൽ ചേർക്കാം. കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റേതെന്ന് വെച്ചാൽ നല്ല കാറുള്ള പറങ്കി ആയതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലയും ചാറ്റ് മസാലയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ കഴിഞ്ഞ ഒരു ഷോർട്ടിൽ എനിക്ക് പറയാൻ മറന്നുപോയി ചാറ്റ് മസാല എന്നുള്ളത്. പിന്നെ ഞാൻ ചെറുതായിട്ട് കുറച്ച് ആ ഒരു പെപ്പറിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, കാരണം അധികം എരിവായ കുട്ടികൾ കഴിക്കില്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മുട്ടയോളം എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം 1 മുട്ട, പിന്നെ 2 മുട്ട, അങ്ങനെയാണ് എടുത്തത്. ഒറ്റയടിക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുക. അതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസ്, അത് ബ്രെഡിൻ്റെ നമ്മുടെ സൈഡിലുള്ളതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ബ്രെഡ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ടത് സാൻഡ്വിച്ച് ബ്രെഡൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. എന്നാൽ നല്ല അടിപൊളിയിൽ നമുക്ക് പൊട്ടാതെ കിട്ടേ. പക്ഷെ ഞാനിപ്പോൾ എടുത്തത് നമ്മുടെ ഇവിടെ തന്നെ ഉള്ളൊരു ബേക്കറിയിലത്തെ ഒരു ബ്രെഡാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രീതിയാണ്. അങ്ങനെ നമ്മളൊരു ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഈ ഒരു മിക്സ് നമ്മൾ കുറച്ച് നീളത്തിൽ ഇങ്ങനെ ഉരുള പോലെ ആക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഈ മുട്ടയിൽ മുക്കി പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. പക്ഷെ അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കടകളിലൊക്കെ ആണെങ്കിൽ നല്ല പൈസയാണ് ഇതിന് വരുന്നത്. അപ്പം നമുക്കും ഇത് വീട്ടിൽ തന്നെ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാം. ഒരു പണിയില്ല, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഓരോരാളുടെ ക്രിയേറ്റിവിറ്റി ആണല്ലോ എന്തെല്ലാം ചേർക്കേണ്ടതെന്നുള്ളത്. അത് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസാണ്. നല്ല പെർഫെക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു റെസിപ്പി. നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സിനും അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും